മാമ്പഴ പുളിശ്ശേരിക്ക് ഏറ്റവും നല്ലൊരു മാങ്ങ എന്ന് പറയുന്നത് ഈ ചപ്പിക്കുടിയൻ അല്ലെങ്കിൽ നീരുടിയൻ മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഞാനത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുകയാണേ. ഇനി അതിൻ്റെ ആ ഞെട്ടൊക്കെ ഒന്ന് കീറിക്കളഞ്ഞ് തൊലിയൊക്കെ എടുത്ത് ആകെ തൊലി ഒഴിച്ച് വെച്ചേക്കാണ്, അതാണ് സത്യം. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തേക്കാണ് കേട്ടോ. ഇനി ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ എൻ്റെ മാമ്പഴ പുളിശ്ശേരി ചെയ്യണേ കേട്ടോ. പെട്ടെന്ന് തന്നെ കൈ കൊണ്ട് നമുക്ക് തൊലി കളഞ്ഞ് എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയൊരു കല്ലെടുത്തിട്ട് അതിലേക്ക് ഞാൻ ഈ മാമ്പഴമൊക്കെ ഇടുകയാണ് കേട്ടോ. ഇനി അതിലേക്ക് ഒരു നേരിയ തോതിൽ വെള്ളം ഒഴിക്കുക എന്നതാണ്, ഫുള്ളാക്കേണ്ട, എന്നാലും വെള്ളം ഒഴിക്കുക. ഇനി ഗ്യാസ് കത്തിച്ച് അതിലേക്ക് ഞാൻ തിളപ്പിക്കാൻ വെക്കുകയാണ്. ആ സമയം കൊണ്ട് ഞാൻ എന്താ വെച്ചാൽ തേങ്ങയും പിന്നെ തൈരും പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് നല്ല പോലെ വെണ്ണ പോലെ അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ലെവലിലാണ് അരച്ചെടുക്കേണ്ടത്. ഈ അരപ്പോടെ ഇരിക്കട്ടെ. ഇനി അപ്പോഴേക്കും നമ്മൾ തിളച്ചിട്ടുണ്ടാവേ. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഈ തിളച്ചതിലേക്ക് ഞാൻ എടുത്തേക്കുന്നത് 3 കട്ട ശർക്കരയാണ്. 3 കട്ട വേണമെന്നില്ല, എനിക്കിതിന് മധുരം കൂടുതൽ വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ 3 കട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതും കൂടി ഇട്ടൊന്ന് നന്നായി ഒന്ന് തിളപ്പിക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ തിളപ്പിക്കണം കേട്ടോ നല്ലത്. ലോ ഫ്ലെയിം ആണെങ്കിൽ ഇത്തിരി ടൈം എടുക്കും, അത്രയും നമുക്ക് ഗ്യാസ് നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട്. ഇനി കുറച്ച് നെയ്യും കൂടി ഒഴിക്കുകയാണ് കേട്ടോ, ഒന്ന് നല്ലപോലെ ഒന്ന് വറ്റാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഈ അരപ്പിലേക്ക് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് കലക്കിൽ ഒഴിക്കുക കേട്ടോ. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് വേറൊരു സംഭവം നമുക്കിത് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച് ഉലുവയും കടുകും പൊട്ടിച്ച് അതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് ഒരുമാതിരി വറവായി കഴിഞ്ഞാൽ ഈ ഒരു അരപ്പിലേക്ക് നമുക്കത് കോരി ഒഴിക്കാം കേട്ടോ. നമ്മൾ സ്വതവേ ചെയ്യുന്ന പോലെ തന്നെ, സാമ്പാറിനും കാര്യം നമുക്ക് ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ നമ്മളുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കത് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. മാമ്പഴ പുളിശ്ശേരി അടിപൊളിയായിട്ടുണ്ട്. ഇത്തിരി മധുരം കൂടുതലായിട്ട്, പിന്നെ തൈരിന് ഇത്തിരി പുളിപ്പുള്ളതാണ് ഇത്തിരി കൂടി ബെസ്റ്റ് കേട്ടോ. അപ്പോൾ പുളിപ്പില്ലാത്ത തൈരൊക്കെ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നല്ല മധുരത്തിൽ തന്നെ നിൽക്കും. ഇത്തിരി പുളിപ്പും മധുരം കൂടി ആകുമ്പോഴാണ് മാമ്പഴ പുളിശ്ശേരിക്ക് ഇത്തിരി കൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ചോറ് നല്ല അടിപൊളിയാണ്. ഈ ഒരു കറി മാത്രം മതി ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടോ.